Hi friends, Assalamu alaikum. Welcome back to Jashi's Cookbook. Jashi's Cookbookിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലഞ്ചിന് നല്ല നാടൻ മീൻകറിയും ചെറുപയർ ഉപ്പേരിയും അത്യാവശ്യം എരിവുള്ള മുളക് ചമ്മന്തിയൊക്കെ കൂട്ടി ചോറ് തിന്നു കഴിഞ്ഞപ്പോഴാണ് എന്തെങ്കിലും സ്വീറ്റ് ആയിട്ട് കഴിക്കാൻ ഒരു പൂതി തോന്നിയത്. നിങ്ങൾക്ക് തോന്നാറില്ലേ പെട്ടെന്ന് എന്തെങ്കിലും സ്വീറ്റ് ആയിട്ട് കഴിക്കണം എന്നൊരു പൂതി? പ്രത്യേകിച്ച് ചോറൊക്കെ തിന്നു കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്നൊക്കെ സ്വീറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാൻ തോന്നുമ്പോഴോ അല്ലെങ്കിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നാലോ ഈസി ആയിട്ട് ചൈനാഗ്രാസും ജലാറ്റിനും ഒന്നും ചേർക്കാതെ തന്നെ വെറും 10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാവുന്ന ഒരു പുഡിങ്ങാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. ഞാനിത് മൈക്രോവേവ് ഓവനിലാണ് ബേക്ക് ചെയ്തിട്ടാണ് സെറ്റാക്കി എടുക്കുന്നത്. പക്ഷേ ബേക്ക് ചെയ്തെടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല, നിങ്ങൾക്കിത് സ്റ്റീം ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കാം. മൈക്രോവേവ് ഓവനിലാകുമ്പോൾ 5-6 മിനിറ്റ് കൊണ്ട് റെഡിയായി കിട്ടും. സ്റ്റീം ചെയ്തിട്ടാണ് എടുക്കുന്നതെങ്കിൽ 20 മിനിറ്റാണ് വേണ്ടി വരിക. ഇതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ വേണ്ടൂ. അപ്പോൾ ആദ്യം അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ പുഡിംഗ് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് 1/2 ലിറ്റർ പാല്, ഇത് തിളപ്പിക്കാത്ത പാലാണ് കേട്ടോ. കോഴിമുട്ട 3 കോഴിമുട്ട, 125 ml 2 പാക്കറ്റ് തിക്ക് ക്രീം, 1.5 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, പിന്നെ 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്. ഇവയാണ്. നമുക്ക് പാലിലേക്ക് ലെമൺ ജ്യൂസ് ഒഴികെ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം, അല്ലെങ്കിൽ വേറൊരു ബൗളിലേക്ക് തിക്ക് കൺസിസ്റ്റൻസിയിലുള്ള കോഴിമുട്ട, തിക്ക് ക്രീം, കണ്ടൻസ്ഡ് മിൽക്ക് ഇവ 3 ഒരുമിച്ച് ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം പാല് ചേർത്താൽ മതി. ഞാൻ പാലിലേക്ക് നേരിട്ട് കോഴിമുട്ടയും തിക്ക് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ചേർത്തത് കൊണ്ട് മിക്സായി കിട്ടാൻ കുറച്ച് സമയമെടുത്തു. മധുരം നോക്കിയിട്ട് നല്ല കുറവ് തോന്നിയപ്പോൾ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്തു. ഇനി ലാസ്റ്റായിട്ട് ലെമൺ ജ്യൂസ് കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കി എടുക്കണം. ഇനി നെയ്യോ ഓയിലോ ബട്ടറോ ഇതിലേതെങ്കിലും ഒന്ന്, ഞാൻ നെയ്യാണ് എടുത്തത്. നെയ്യ് നല്ലപോലെ തടവിയ ഓവനിൽ വെക്കാൻ പറ്റുന്ന ഒരു ബൗളിലേക്ക് നമ്മളുടെ ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കത് 5 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ 2 പാത്രത്തിലായിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇനി രണ്ടാമത്തേതും നേരത്തെ പോലെ തന്നെ നെയ്യൊക്കെ തടവി മിക്സ് ഒഴിച്ചതിന് ശേഷം ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ 2 പാത്രത്തിലുള്ളത് നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി ചൂടാറി വന്നാൽ 2 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിലെത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. ഞാൻ 2 മണിക്കൂറൊന്നും വെച്ചില്ല കേട്ടോ, അത് വേറെ കാര്യം. ഞാൻ 1/2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചതിന് ശേഷം തന്നെ കട്ട് ചെയ്ത് കഴിച്ചു. എന്നെപ്പോലെ തീരെ ക്ഷമയില്ലാതെ കൊതി മൂത്ത് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് 1/2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചതിന് ശേഷം കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മളിതിൽ ലെമൺ ജ്യൂസ് ചേർക്കുന്നത് കൊണ്ട് പുഡിങ് വെന്ത് വരുമ്പോൾ പാലിലുള്ള വാട്ടർ കണ്ടൻ്റ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വരും. അത് കാണുമ്പോൾ പുഡിങ് നാശമായി പോയല്ലോ എന്നൊന്നും വിചാരിക്കണ്ട. നമ്മളിതിൽ കോഴിമുട്ട ചേർക്കുന്നത് കൊണ്ട് പുഡിങ് നല്ലപോലെ സെറ്റായി കിട്ടും, ഒരു കുഴപ്പമുണ്ടാവില്ല. നാരങ്ങനീര് ചേർക്കുമ്പോൾ കോഴിമുട്ട സ്മെല്ല് തീരെ ഉണ്ടാകില്ല എന്ന് മാത്രമല്ല നമ്മുടെ പുഡിങ്ങിന് നല്ലൊരു ഫ്ലേവറും ഉണ്ടാകും. അതുകൊണ്ട് നാരങ്ങനീര് ഒഴിവാക്കരുത്, തീർച്ചയായും ചേർക്കണം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. മൈക്രോവേവ് ഓവനിലായതുകൊണ്ട് പ്രീ ഹീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 5 മിനിറ്റ് കൊണ്ട് പുഡിങ് റെഡിയായി കിട്ടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയുടെ ലിങ്ക് ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യണേ. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് അടുത്ത ഈസിയും ടേസ്റ്റിയുമായ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബായ്. അസ്സലാമു അലൈക്കും.